ഞാൻ ഈ സംവാദം ശംഖുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശംഖു, വഖഫ് ബോർഡിന് ഇത്രയും ആസ്തി എവിടുന്ന് എങ്ങനെ ഉണ്ടായി? വഖഫ് അധിനിവേശത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി കോടതിയെ സമീപിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ശംഖുവിന് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാനാവും. നോക്കൂ, നമ്മുടെ രാജ്യത്തെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെൻറ്റ് വളരെയേറെ വർദ്ധിക്കുന്നത്, ക്രമാനുഗതമായി വർദ്ധിക്കുന്നത് കഴിഞ്ഞ 30 വർഷത്തിനിടയിലാണ് എന്നുള്ളതൊരു കൗതുകമാണ്. കാരണം വഖഫിൻ്റെ സങ്കല്പം 1913 മുതലെങ്കിലും ഉണ്ട്. 1913 ആദ്യമായിട്ടൊരു നിയമം, മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറയുന്ന നിയമം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ജനാധിപത്യത്തിന് ശേഷം നമ്മൾ 1954 വഖഫ് ആക്ട് ഉണ്ടാക്കി, 1995 വഖഫ് ആക്ട് ഉണ്ടാക്കി, 2013 വഖഫ് അമെൻമെൻറ്റ് വന്നു. എന്നാൽ ഈ 95 വഖഫ് ആക്ടിന് ശേഷമാണ് രാജ്യത്തുള്ള വഖഫ് ഭൂമിയുടെ തോത് ഇത്രയേറെ വർദ്ധിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 1995 നമ്മൾ വഖഫ് നിയമം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സർവേയിൽ ഇന്ത്യയിലെ ആകെ വഖഫ് ഭൂമിയുടെ തോതായിട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 4.5 lakh acres ആണ്. 4.5 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ഭൂമി ഉണ്ട് എന്നാണ്. എന്നാൽ 2006 രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ കമ്മിറ്റി വഖഫ് പ്രോപ്പർട്ടിയുടെ സർവേ നടത്തിയിട്ടുണ്ട്. 2006 രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ ആകെ വഖഫ് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റെൻഡ് 6 ലക്ഷം ഏക്കർ ആണെന്നാണ്. അപ്പോൾ 4 ലക്ഷം ഏക്കർ 10 വർഷം കൊണ്ട് 6 ലക്ഷം ഏക്കറായി മാറുകയാണ്. ഇപ്പോൾ 2024 വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 8.4 ലക്ഷം പ്ലോട്ടുകളിലായിട്ട് 9.2 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ഭൂമിയായിട്ടുണ്ട് എന്നാണ്. 1.2 lakh crore ആസ്തിയുള്ള 1.2 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന 9 ലക്ഷം ഏക്കറോളം ഭൂമി. അതാണ് അങ്ങ് പറഞ്ഞതുപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ് കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂവുടമസ്ഥനായിട്ട് വഖഫ് ബോർഡ് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വഖഫിൻ്റെ ഭൂമി ഇങ്ങനെ വർദ്ധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രപരമായി ആദ്യത്തെ വഖഫിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് ഗോറി നടത്തുന്ന വഖഫാണ്. മുഹമ്മദ് ഓഫ് ഗോർ അല്ലെങ്കിൽ ഗുരാദ് ഡൈനാസ്റ്റിയുടെ ഭാഗമായിരുന്ന 1275 ഇന്ത്യ ആക്രമിക്കുന്ന, മുൾട്ടാൻ ആക്രമിക്കുന്ന മുഹമ്മദ് ഗോറി അയാൾ പിടിച്ചെടുക്കുന്ന ഗ്രാമങ്ങൾ വഖഫ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വഖഫ് ഇസ്ലാമിക ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ അവിടെ ഇൻവേഷൻസ് നടന്നപ്പോൾ, റെയ്ഡ് നടന്നപ്പോൾ, ആക്രമണങ്ങൾ നടത്തിയപ്പോൾ പിടിച്ചെടുക്കുന്ന ഭൂമിയിൽ പലതും അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇത് മുഴുവൻ അള്ളാഹുവിൻ്റെ വസ്തുവായിട്ട്, അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പ്രവണതയിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് വഖഫ് അല്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്ലാമിക നിയമപ്രകാരം വഖഫ് അലൽ ഔലാദ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരാൾ വഖഫ് ചെയ്ത ഭൂമി അയാൾക്ക് അർഹതപ്പെട്ട ഭൂമിയായിരിക്കണം. മറ്റാരെങ്കിലും വഞ്ചിച്ചോ ബലപ്രയോഗത്തിലൂടെയോ തട്ടിയെടുത്തിട്ടുള്ള ഭൂമിയാവാൻ പാടില്ല. ആ ഭൂമി ഇയാളൊരു പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. ഈ ഭൂമി സാക്ഷികളുടെയോ മറ്റോ സാന്നിധ്യത്തിൽ വേണം വഖഫ് ചെയ്തിരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്രകാരം യാതൊരു തരത്തിലും തങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഭൂമി യഥാർത്ഥ ഉടമസ്ഥന്മാരുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി വാളിൻ്റെ ബലം കൊണ്ട് പിടിച്ചെടുത്ത് വഖഫ് നടത്തുന്നത് വഖഫാണോ എന്നുള്ള ചോദ്യം നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് തന്നെ നിയമവിധേയമായിട്ടുള്ള വഖഫല്ല. ഈ വഖഫ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ നിലനിൽക്കുന്നതല്ല നമുക്ക് വേണമെങ്കിൽ വാദിക്കാൻ സാധിക്കും. ഏതായാലും പിന്നീട് നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലാണ് ഇതിനൊരു റെഗുലേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് നിയമം ഈ വഖഫിനെ അംഗീകരിച്ചിരുന്നതേ ഇല്ല. ഈ പറയുന്ന പോലെ അർഹമല്ലാത്ത ഭൂമി ഈ പറയുന്ന ഭരണാധിപന്മാർ പിടിച്ചെടുത്തിട്ട് ഒരു ഗ്രാമമൊക്കെ പൂർണ്ണമായിട്ട് വഖഫ് ചെയ്യണം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആളുകളുടെ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാണ്ടേ വേണം. ഭരണാധികാരിക്ക് ഒരു ദേശം മുഴുവൻ വഖഫ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ജീവിക്കുന്ന പൗരന്മാർക്ക് സ്വകാര്യ സ്വത്തുണ്ട്. അയാളുടെ ഭൂമി അയാളുടെ കസ്റ്റഡിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി നാളെ ഇന്ത്യ മുഴുവൻ ദാനം ചെയ്യാമെന്ന് തീരുമാനിക്കാൻ സാധിക്കില്ലല്ലോ. ഇവിടെ എനിക്ക് എൻ്റെ പേരിലുള്ള 10 സെൻറ്റ് ഭൂമി എൻ്റെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയൊരു ഭരണാധികാരിക്ക് ജനത്തിൻ്റെ ഇച്ഛയ്ക്ക് അതീതമായിട്ട് വഖഫ് നടത്താൻ കഴിയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വഖഫിനെ ആദ്യം ഇംഗ്ലീഷ് നിയമം റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് റിവോൾട്ട് ഓഫ് 1857 ശേഷമൊക്കെ ഉണ്ടാകുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാരും മുസ്ലിം രാഷ്ട്രീയ കക്ഷികളും തമ്മിൽ വലിയ സൗഹൃദത്തിലും വലിയ ലോക്യത്തിലാവുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. കാരണം റിവോൾട്ട് ഓഫ് 1857 ഭയങ്കര ബ്രൂട്ടലി സപ്രസ് ചെയ്യപ്പെടുന്ന റിവോൾട്ടാണ്. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് മുസ്ലിങ്ങളെ സർക്കാർ സർവീസുകളിലൊന്നും പ്രവേശിപ്പിക്കാതിരിക്കുകയും അവർക്ക് വളരെ
ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഞങ്ങൾ ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധം എന്ന് വിളിക്കുന്ന റിവോൾട്ട് ഓഫ് 1857 പങ്കെടുത്തതുകൊണ്ട് നമ്മൾ വല്ലാതെ നഷ്ടം സഹിക്കേണ്ടി വന്നു, ബ്രിട്ടീഷുകാരുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വന്നു. മറ്റുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം വിവേചനത്തിന് ഇരയാവുന്ന ഒരു ചിന്ത അവർക്കിടയിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതിനെ ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ വലിയ വിധേയത്വം ബ്രിട്ടീഷുകാരോട് കാണിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു പ്രവണത ഉണ്ടായി. അങ്ങനെയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ 1860 ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാകും. അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ആ പേരിൽ, ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ. ഈ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അലിഗർ മുസ്ലിം സർവകലാശാല എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നത്. ഈ അലിഗർ മുസ്ലിം സർവകലാശാലയിൽ പഠിച്ചിറങ്ങുന്ന ഫസ്റ്റ് ജനറേഷൻ വിദ്യാർത്ഥികളാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. മുസ്ലിം ലീഗ് ബ്രിട്ടീഷുകാരോട് അലൈൻ ചെയ്ത് നിന്നിരുന്ന പ്രസ്ഥാനമാണ്. ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് വേഷഭൂഷം, ഇംഗ്ലീഷ് ജീവിത ശൈലികളൊക്കെ പകർത്തിയിരുന്ന, ഇംഗ്ലീഷ് സമൂഹവുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിരുന്ന, നിങ്ങളുമായിട്ട് അസിമിലേറ്റ് ചെയ്യാൻ ഏറ്റവും നന്നായി സാധിക്കും ഞങ്ങൾക്കാണ് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ, അതുകൊണ്ട് ഞങ്ങളെയാണ് നിങ്ങൾ കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു എലൈറ്റ് ക്ലാസ് ആയിരുന്നു അത്. അതുകൊണ്ടാണ് 1905 ബംഗാൾ ഡിവിഷൻ ഉണ്ടായ സമയത്ത്, ബംഗാൾ വിഭജനം ഉണ്ടായ സമയത്ത് ഇന്ത്യയിലെ ദേശീയവാദ പക്ഷം മുഴുവൻ ബംഗാൾ വിഭജനത്തെ എതിർത്തപ്പോൾ മുസ്ലിം ലീഗാണ് ബംഗാൾ വിഭജനത്തെ അനുകൂലിക്കുന്നത്. മതാടിസ്ഥാനത്തിൽ കിഴക്കൻ ബംഗാളും പശ്ചിമ ബംഗാളുമായിട്ട് ബംഗാളിനെ വിഭജിക്കുന്ന ബ്രിട്ടീഷ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഉദയം, താരോദയം, അവരുടെ രംഗപ്രവേശം എന്ന് പറയുന്നത്. 1914 വരെ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ആർമിയിലേക്ക് ആളുകളെ റിക്രൂട്ടിംഗ് ക്യാമ്പുകൾ നടത്തി എൻറോൾ ചെയ്ത് കൊടുക്കുന്ന പണി വരെ മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട്. ഇവർ ബ്രിട്ടീഷുകാർ തമ്മിൽ തെറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫ സ്ഥാനഭ്രഷ്ടനാവുകയും അദ്ദേഹത്തിന്റെ അധികാര പരിധിയൊക്കെ ബ്രിട്ടീഷുകാർ എടുത്തു കളയുകയും ചെയ്തപ്പോഴാണ് തുർക്കിയിലെ ഖലീഫയെ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് ഉണ്ടാവുന്നു, ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയവും ബ്രിട്ടീഷുകാരും തമ്മിൽ തെറ്റുകയും ചെയ്യുന്നു. അതുവരെയുള്ള സമയത്ത് ഇവർ വളരെ ലോക്യത്തിലായിരുന്നു, വളരെ സൗഹൃദത്തിലായിരുന്നു 1917 വരെ. ആ സമയത്താണ് ഇവരുടെ ചില ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുക്കാനും ഇവരുടെ വഖഫിന് ലീഗാലിറ്റി കൊടുക്കാനും ഈ പറയുന്ന വഖഫ് ഭൂമിയൊക്കെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് കീഴിലേക്ക് ആക്കാനും അതിനൊരു ലീഗലായിട്ടുള്ള ഒരു സാങ്ക്ടിറ്റി കൊടുക്കാനും ഒക്കെ ബ്രിട്ടീഷുകാർ തയ്യാറാവുന്നത്. പിന്നീട് ആ നിയമം 1923 പരിഷ്കരണത്തിന് വിധേയമായി. പക്ഷെ 1954 നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു വഖഫ് നിയമം ഉണ്ടാക്കി. ആ നിയമം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവാക്വി പ്രോപ്പർട്ടീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു നിയമം ഉണ്ടാക്കി. അതായത് സാധാരണഗതിയിൽ ഏത് രാജ്യത്തും എനിമി പ്രോപ്പർട്ടി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഒരു പൗരൻ അയാളുടെ രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ശത്രു രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയായി മാറും. ഇപ്പം ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ ആ പ്രദേശം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രോപ്പർട്ടി അവിടെ പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്, ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ നേരെ തിരിച്ച് ഇന്ത്യയിൽ നമ്മൾ വഖഫ് ആക്ടിന് കീഴിൽ വേറൊരു പ്രൊവിഷൻ കൊണ്ടുവന്നു. അതാണ് 1965 ഇവാക്വി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന ആക്ട്. ആ നിയമത്തിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒരു മുസ്ലിം അയാളുടെ ഭൂമി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭൂമി ഗവൺമെന്റിന്റെ ഭൂമിയല്ല, പിന്നെയോ അത് വഖഫിന്റെ ഭൂമിയാണ് എന്നുള്ളതാണ്. അപ്പൊ എനിമി പ്രോപ്പർട്ടി എന്ന് പറയുന്ന സങ്കല്പം എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രോപ്പർട്ടി കൂടി വഖഫാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാലാകാലങ്ങളിൽ ചരിത്രപരമായിട്ട് വഖഫിന്റെ എക്സ്റ്റെന്റ് കൂടിയത്. പക്ഷെ വഖഫിന്റെ എക്സ്റ്റെന്റ് ഇത്രയും കൂടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം 1995 നമ്മൾ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അവിടെ നമ്മളതിൽ സെക്ഷൻ 40 എന്ന് പറയുന്ന ഒരു ക്ലോസ് ഇൻക്ലൂഡ് ചെയ്തു. എന്താ സെക്ഷൻ 40 പറയുന്നത്? ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെ ആയിരിക്കുന്നതാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്, സാമാന്യ നീതിയുടെ പോലും ലംഘനമാണ്. എന്താണ് സാമാന്യ നീതിയുടെ തത്വം? നോബഡി ഷാൾ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. ഒരാൾ ഉൾപ്പെട്ടിട്ടുള്ള തർക്കത്തിൽ അയാൾ തന്നെ ന്യായാധിപനാവാൻ പാടില്ല. ഇപ്പൊ ഞാനും അനിൽ നമ്പ്യാരും കൂടി ഒരു തർക്കമുണ്ട്. ഈ തർക്കത്തിൽ നമുക്ക് രണ്ടാൾക്ക് സമ്മതനായിട്ടുള്ള ഒരു മൂന്നാമനായിരിക്കണം ജഡ്ജിയായിട്ട് വരേണ്ടത്. അപ്പോൾ അതിൽ ഒബ്ജക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, നിഷ്പക്ഷത ഉണ്ടാവുള്ളൂ. ഞാൻ തന്നെ ഈ കേസിൽ വിധി പറഞ്ഞോളാം ഞാൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് അനുകൂലമായിട്ടല്ലേ വിധി പറയുള്ളൂ. ഇവിടെ നോക്കൂ, ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾ വഖഫ് ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഭൂമി വഖഫായി മാറുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ നിയമത്തിലെ സെക്ഷൻ 40 പറയുന്നത് ഇൻ കേസ് ഓഫ് എ ക്വസ്റ്റ്യൻ വെദർ എ പ്രോപ്പർട്ടി ഈസ് എ വഖഫ് ഓർ നോട്ട് ദ വഖഫ് ബോർഡ് മേ ഇറ്റ്സെൽഫ് ഡിസൈഡ് എന്നാണ് പറയുന്നത്. ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു ചോദ്യം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ വഖഫ് ബോർഡ് ആവശ്യമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തി അതിന് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വയമേവ തീരുമാനമെടുക്കാം. ഇങ്ങനെ തീരുമാനമെടുത്ത്
സമയത്ത് തീരുമാനം എടുത്തിട്ട് എന്ത് സംഭവിച്ചു? 4 ലക്ഷം ഏക്കർ ഭൂമി 6 ലക്ഷം ഏക്കറായി, ഇപ്പോൾ 9 ലക്ഷം ഏക്കറായി. ഇപ്പം അത് 30 ലക്ഷം ഏക്കറിന് അടുത്ത് എത്തിയത് JPCയുടെ മുന്നിൽ വന്നിട്ടുള്ള സബ്മിഷൻസിൽ പറയുന്നു. കാരണം ഓരോ ദിവസവും കൂടുതൽ ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ബോർഡ് ക്ലെയിം ചെയ്ത് പോവുകയാണ്. നമ്മൾ ഈ തർക്കം ഉടലെടുക്കുന്ന സമയത്ത് മുനമ്പത്തെ വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുനമ്പത്തെ 400 ഏക്കറിന്റെ വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ കേരളത്തിൽ എത്ര ഏക്കർ ഭൂമി ഇപ്പോൾ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നുണ്ട്? മാനന്തവാടിയിൽ 5 കുടുംബങ്ങളുടേതായിട്ട് 4.7 ഏക്കർ ഭൂമി ക്ലെയിം ചെയ്യുന്നുണ്ട്. തളിപ്പറമ്പ് ടൗണിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെ 600 ഏക്കർ ഭൂമി അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്ന പാലക്കാട് നിന്നാണ്. പാലക്കാട് കൽപ്പാത്തി, നൂറണി, ധോണി എന്നിവിടങ്ങളിലൊക്കെ ആയിട്ട് ഏക്കർ കണക്കിന് ഭൂമി വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇന്നതാ ഞാൻ മത്സരിച്ചിട്ടുള്ള തൃത്താല മണ്ഡലത്തിലെ ചമ്മണിക്കാവ് നിൽക്കുന്ന പ്രദേശം, ചമ്മണിക്കാവ് ചാമുണ്ടിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ വഖഫ് ഭൂമിയാണ് എന്ന ക്ലെയിം ഉന്നയിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും മോഹം തോന്നിയതുമായിട്ടുള്ള ഭൂമി മുഴുവൻ വഖഫാണെന്ന് ക്ലെയിം ചെയ്തിട്ടാണ് അങ്ങനെ ക്ലെയിം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഈ സെക്ഷൻ 40 എന്ന് പറയുന്നത് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും വഖഫ് എക്സ്റ്റെൻഡ് കൂടാനുള്ള കാരണം. ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഭൂമി വഖഫാണോ അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനാവരുത്, ഒരു സ്വതന്ത്ര നിഷ്പക്ഷമായിട്ടുള്ള സംവിധാനത്തിനായിരിക്കണം എന്നുള്ള സാമാന്യ യുക്തിയിൽ നിന്നാണ് ആ ഭേദഗതി ഉണ്ടായിട്ടുള്ളത്.